ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ രുചികരമായിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ കൊഞ്ച് റോസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. വളരെ കുറച്ച് സമയവും മതി. എന്നാൽ ടേസ്റ്റോ അതിഗംഭീരമായ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് 1/2 കിലോ കൊഞ്ച് വേണം. 1/2 കിലോ കൊഞ്ച് ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായിട്ട് എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കൊഞ്ചിൽ പുരട്ടി വെക്കണം. ഇത് മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് ബാക്കി ഇതിൻ്റെ കൂട്ടുകളൊക്കെ നമുക്ക് തയ്യാറാക്കാം. നമുക്കതൊരു പ്ലേറ്റ് വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ചേരുവകൾ എടുക്കാം. ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി. ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതക്കണ്ട, 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി ഇതൊരു ചുവന്ന നിറം വരണം. ചുവന്ന നിറം വരുന്നത് വരെ ഇത് ചെറിയ തീയിൽ വെച്ച് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പാചകം തീരുന്നവരെ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഒരു 2 സവാള ഞാൻ നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഈ കൊഞ്ച് റോസ്റ്റിന് ആവശ്യം. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തരിഞ്ഞത്. ചെറിയ സവാളയാണെങ്കിൽ ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം ചേർക്കാം. ഇനി സവാള ഇതിലിട്ട് ഇളക്കി നല്ല വഴന്ന് വരണം. അതുപോലെ ചെറിയ തീയിലാണ് നമ്മൾ ഇത് ഇളക്കി വഴറ്റിയെടുക്കേണ്ടത്. നല്ലതായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കൊഞ്ചൊക്കെ ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വഴന്ന് വരണം. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരുവിധം വഴന്ന് വന്നതിന് ശേഷം ഉപ്പ് പൊടി ഇടാവൂ. അതിനുമുമ്പ് ഇടാൻ പാടില്ല, കരിഞ്ഞു പോവെങ്കിൽ.
ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒരുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേവിക്കാവൂ, തീ കൂട്ടി വെക്കരുത്. ഒന്ന് കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ഈ കൊഞ്ചിന് പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ കൊഞ്ചിലുള്ള വെള്ളം തന്നെ ഊറി വന്ന് അത് വേവാനുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്നൊന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് സവാളയിലേക്ക് അലിഞ്ഞ് കൊഞ്ചും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കണ്ട. ഇനി നമുക്കിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി. നല്ല വറ്റി കുഴഞ്ഞ് അരപ്പെല്ലാം ഇതിൽ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൊഞ്ച് റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻസായിട്ട് ഇടണം. കമൻസെല്ലാം ഇടണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകും. അപ്പോൾ എല്ലാവർക്കും